നമസ്കാരം. ഭാരതത്തിൻ്റെ സമുദ്ര സുരക്ഷാ രംഗത്തും നാവികസേനയുടെ നീരൊഴുക്ക് പ്രതിരോധ ശേഷിയിലും നിർണായകമായ നാഴികക്കല്ലാണ് തദ്ദേശീയമായി നിർമ്മിച്ച രണ്ടാമത്തെ ഡൈവിംഗ് സപ്പോർട്ട് വെസലായ INS നിപുൺ. വിശാഖപട്ടണത്തെ ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നിർമ്മിച്ച് ഇന്ത്യൻ നാവികസേനയ്ക്ക് കൈമാറിയ ഈ അത്യാധുനിക യുദ്ധക്കപ്പൽ ഭാരതത്തിൻ്റെ ആഴക്കടൽ രക്ഷാപ്രവർത്തനങ്ങൾക്കും സമുദ്രാന്തർ ദൗത്യങ്ങൾക്കും സമാനതകളില്ലാത്ത കരുത്താണ് പകരുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ ആത്മനിർഭർ ഭാരത് കാഴ്ചപ്പാടിൻ്റെ ഉജ്ജ്വലമായ തെളിവായി നിലകൊള്ളുന്ന INS നിപുൺ സമുദ്ര അതിർത്തികൾ സംരക്ഷിക്കുന്നതിലും സാങ്കേതികമായി രാജ്യം കൈവരിച്ച സ്വയം പര്യാപ്തത വിളംബരം ചെയ്യുന്നതിലും പ്രധാന പങ്ക് വഹിക്കുന്നു. ഏകദേശം 80% തദ്ദേശീയ സാങ്കേതിക വിദ്യയും ഉൽപ്പന്നങ്ങളും ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് 118 മീറ്റർ നീളമുള്ള ഈ അത്യാധുനിക കപ്പൽ. ആഴക്കടലിലെ മുങ്ങൽ ദൗത്യങ്ങൾ, അന്തർവാഹിനികളുടെ രക്ഷാപ്രവർത്തനം, സമുദ്രാന്തർ തിരച്ചിലുകൾ എന്നിവയ്ക്കായി ലോകോത്തര സംവിധാനങ്ങളാണ് ഇതിൽ ക്രമീകരിച്ചിരിക്കുന്നത്. D448 കമ്മിറ്റി ചെയർമാനും വെസ്റ്റേൺ നേവൽ കമാൻഡ് ചീഫ് സ്റ്റാഫ് ഓഫീസറുമായ റിയർ അഡ്മിറൽ അരവിന്ദ് റാവൽ, ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ റിയർ അഡ്മിറൽ ചന്ദ്രശേഖരൻ രഘുറാം എന്നിവരാണ് കപ്പലിൻ്റെ ഔദ്യോഗിക സ്വീകരണ രേഖകളിൽ ഒപ്പുവെച്ചത്. ആദ്യ തദ്ദേശീയ ഡൈവിംഗ് സപ്പോർട്ട് വെസലായ INS നിസാർ കൈമാറി കൃത്യം 1 വർഷം തികയുമ്പോഴാണ് നിപുണും നാവികസേനയുടെ ഭാഗമാക്കുന്നത് എന്നത് ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡിൻ്റെ നിർമ്മാണ മികവിനെയും കൃത്യതയും പ്രതിഫലിപ്പിക്കുന്നു. ഏകദേശം 8560 ടണ്ണിലധികം ഭാരം വഹിക്കാൻ ശേഷിയുള്ള INS നിപുൺ സങ്കീർണമായ ഡൈനാമിക് പൊസിഷനിങ് സിസ്റ്റം, സാച്ചുറേഷൻ ഡൈവിംഗ് സാമഗ്രികൾ, സബ്മറൈൻ റെസ്ക്യൂ സംവിധാനങ്ങൾ എന്നിവയാൽ സമൃദ്ധമാണ്. മിടുക്കൻ അഥവാ കാര്യപ്രാപ്തി ഉള്ളവനെന്ന് അർത്ഥം വരുന്ന നിപുൺ എന്ന സംസ്കൃത പദത്തെ അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ രൂപകൽപ്പന. നാവികസേനയുടെ ഡീപ്പ് സബ്മർജൻസ് റെസ്ക്യൂ വെസലിൻ്റെ മദർഷിപ്പായി പ്രവർത്തിക്കാൻ ഈ കപ്പലിന് സാധിക്കും. അന്തർവാഹിനികൾക്ക് അപകടം സംഭവിക്കുന്ന അടിയന്തര ഘട്ടങ്ങളിൽ അതിലുള്ള ജീവനക്കാരെ അതിവേഗം രക്ഷപ്പെടുത്താനും കരക്കെത്തിക്കാനും ഈ സംവിധാനം വഴി സാധിക്കുന്നു. കൂടാതെ വിദൂര നിയന്ത്രിതമായി പ്രവർത്തിക്കുന്ന അണ്ടർ വാട്ടർ റോബോട്ടുകൾ ഉൾപ്പെടുത്തിയത് വഴി കടലിനടിയിലെ സുരക്ഷാ പരിശോധനകൾ, ഡൈവർമാരുടെ നിരീക്ഷണം, അവശിഷ്ടങ്ങൾ വീണ്ടെടുക്കൽ എന്നിവയും സുഗമമാകുന്നു. ദീർഘനേരം ആഴക്കടലിൽ മുങ്ങിക്കിടന്ന് പ്രവർത്തിക്കാൻ ഡൈവർമാരെ സഹായിക്കുന്ന സാച്ചുറേഷൻ ഡൈവിംഗ് സംവിധാനമാണ് കപ്പലിൻ്റെ മറ്റൊരു പ്രധാന സവിശേഷത. ആധുനിക നാവിക യുദ്ധമുറകളിലും രക്ഷാപ്രവർത്തനങ്ങളിലും ഏറെ അനിവാര്യമായ ഒന്നാണിത്. കേന്ദ്ര സർക്കാരും ഇന്ത്യൻ നാവികസേനയും പൊതുമേഖലാ കപ്പൽ ശാലകളും തമ്മിലുള്ള ശക്തമായ കൂട്ടായ്മയുടെയും സഹകരണത്തിൻ്റെയും വിജയഗാഥ കൂടിയാണ് നിപുണിൻ്റെ കൈമാറ്റം. പ്രതിരോധ കപ്പൽ നിർമ്മാണ രംഗത്ത് ഭാരതം കൈവരിച്ച സാങ്കേതിക വളർച്ച ആഗോളതലത്തിൽ തദ്ദേശീയ നിർമ്മാണ താൽപര്യതയുള്ള പ്രമുഖ ശക്തിയായി ഭാരതത്തെ മാറ്റുന്നു. INS നിസാർ, INS നിപുൺ എന്നീ 2 അത്യാധുനിക കപ്പലുകൾ സേനയുടെ ഭാഗമാക്കുന്നതോടെ ഇന്ത്യൻ നാവികസേനയുടെ സമുദ്രാന്തര നിരീക്ഷണവും രക്ഷാപ്രവർത്തന ശൃംഖലയും കൂടുതൽ ശക്തമായിരിക്കുകയാണ്. ദീർഘദൂര സമുദ്ര ദൗത്യങ്ങൾ കാര്യക്ഷമമായി പൂർത്തിയാക്കാനും ഏത് അടിയന്തര സാഹചര്യത്തിലും ഉടനടി ഇടപെടാനും ഈ കപ്പലുകൾ നാവികസേനയെ പ്രാപ്തമാക്കുന്നു. ഭാരതത്തിൻ്റെ കടൽ തീര സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം തദ്ദേശീയ വ്യവസായ മേഖലയ്ക്ക് ഉണർവ് നൽകാനും ഈ പദ്ധതി വഴി സാധിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ INS നിപുണിൻ്റെ സേവന പ്രവേശം ഭാരതീയ നാവികസേനയുടെ സമുദ്ര സാന്നിധ്യം ഉറപ്പാക്കുന്നതിനും ദേശീയ സുരക്ഷാ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനും അത്യന്താപേക്ഷിതമായ മാസ്റ്റർ സ്ട്രോക്കായി മാറുന്നു. ഭാരതീയ നാവികസേനയുടെ പക്കലേക്ക് തദ്ദേശീയമായി നിർമ്മിച്ച അത്യാധുനിക ഡൈവിംഗ് സപ്പോർട്ട് വെസലായ INS നിപുൺ എത്തിയത് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ ഭൗമ രാഷ്ട്രീയത്തിലും സൈനിക ശേഷിയിലും വമ്പിച്ച മാറ്റങ്ങൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. പരമ്പരാഗതമായി ഇന്ത്യയെ കടൽ മാർഗം വളയാനും നാവിക ശക്തിയിൽ മേൽക്കോയ്മ നേടാനും ശ്രമിക്കുന്ന ചൈനയ്ക്കും അതിനോട് ചേർന്ന് നിൽക്കുന്ന പാകിസ്ഥാനും തന്ത്രപരമായ തലത്തിൽ ലഭിച്ച വലിയൊരു തിരിച്ചടിയാണ് ഈ കപ്പലിൻ്റെ വരവ്. കേവലം ഒരു അടിയന്തര രക്ഷാപ്രവർത്തന കപ്പൽ എന്നതിലുപരി സമുദ്രാന്തര യുദ്ധമുറകളിലും രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങളിലും ശത്രു രാജ്യങ്ങളുടെ കടൽ തീര തന്ത്രങ്ങളെ തകർക്കാൻ ശേഷിയുള്ള ഒരു തന്ത്രപ്രധാന സൈനിക ആസ്തിയായിട്ടാണ് INS നിപുൺ വിലയിരുത്തപ്പെടുന്നത്. ചൈനയുടെ സമുദ്രതന്ത്രമായ സ്ട്രിംഗ് ഓഫ് പേൾസ് അഥവാ ഇന്ത്യയെ ചുറ്റിയുള്ള നാവിക താവളങ്ങളുടെ നിര തകർക്കാൻ ഇന്ത്യക്ക് ഇത്തരത്തിലുള്ള അത്യാധുനിക കപ്പലുകൾ അത്യന്താപേക്ഷിതമാണ്. അടുത്ത കാലത്തായി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനീസ് അന്തർവാഹിനികളുടെയും ഗവേഷണ കപ്പലുകളുടെയും സാന്നിധ്യം ആശങ്കാജനകമായി വർദ്ധിച്ചു വരികയാണ്. കടലിനടിയിലെ ഇന്ത്യയുടെ സുരക്ഷാ ശൃംഖല തകർക്കാനും
പ്രധാന നാവികപാതകൾ നിരീക്ഷിക്കാനും ചൈന ശ്രമിക്കുമ്പോൾ INS നിപുണിലെ അത്യാധുനിക ആഴക്കടൽ ഉപകരണങ്ങളും വിദൂര നിയന്ത്രിത റോബോട്ടുകളും ചൈനീസ് നീക്കങ്ങളെ നിഷ്പ്രഭമാക്കാൻ സഹായിക്കും. കടലിൻ്റെ അടിത്തട്ടിലുള്ള ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ, എണ്ണ പൈപ്പ് ലൈനുകൾ എന്നിവ സംരക്ഷിക്കാനും ശത്രുരാജ്യങ്ങൾ സ്ഥാപിക്കുന്ന അണ്ടർ വാട്ടർ സെൻസറുകളും നിരീക്ഷണ ഉപകരണങ്ങളും കണ്ടെത്തി നിർവീര്യമാക്കാനും ഈ കപ്പലിന് സാധിക്കും. ഇത് ചൈനയുടെ രഹസ്യ സമുദ്രാന്തർ ചാരപ്രവർത്തനങ്ങൾക്ക് വലിയൊരു തടസ്സമാണ് സൃഷ്ടിക്കുക. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നാവികസേനയുടെ അന്തർവാഹിനി ശേഷിയെ സമ്മർദ്ദത്തിലാക്കുന്ന ഒന്നാണ് ഇന്ത്യയുടെ ഈ പുതിയ പ്ലാറ്റ്ഫോം. അറബിക്കടലിൽ പാകിസ്ഥാൻ തങ്ങളുടെ അന്തർവാഹിനികൾ ഉപയോഗിച്ച് എന്തെങ്കിലും തരത്തിലുള്ള സാഹസത്തിന് മുതിർന്നാൽ അതിനെ കൃത്യമായി പ്രതിരോധിക്കാനും സാച്ചുറേഷൻ ഡൈവിംഗ് സംവിധാനം ഉപയോഗിച്ച് ആഴക്കടലിൽ പോരാടാനും ഇന്ത്യക്ക് നിമിഷ നേരം കൊണ്ട് സാധിക്കും. മാത്രമല്ല, കടലിനടിയിൽ വെച്ച് പാകിസ്ഥാൻ്റെ വിമാനവാഹിനികളെയോ മറ്റ് പ്രധാന കപ്പലുകളെയോ തകർക്കാനും തന്ത്രപ്രധാനമായ പൈപ്പ് ലൈനുകൾ വിച്ഛേദിക്കാനും ശേഷിയുള്ള കമാൻഡോകളെയും ഡൈവർമാരെ സുരക്ഷിതമായി അയക്കാൻ INS നിപുണിലെ സാങ്കേതികവിദ്യ ഇന്ത്യയെ സഹായിക്കും. പാകിസ്ഥാൻ നാവികസേനയ്ക്ക് ആഴക്കടലിൽ ഒരു അപകടമുണ്ടായാൽ സ്വന്തമായി രക്ഷാപ്രവർത്തനം നടത്താനുള്ള ശേഷി കുറവുള്ള സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഈ കരുത്ത് മേഖലയിൽ ഇന്ത്യയുടെ ആധിപത്യം വ്യക്തമായി പ്രഖ്യാപിക്കുന്നതാണ്. കൂടാതെ ചൈന നിർമ്മിച്ച് നൽകുന്ന വിമാനവാഹിനികളും അന്തർവാഹിനികളും ഉപയോഗിച്ച് ഇന്ത്യയെ പ്രതിരോധത്തിലാക്കാൻ ശ്രമിക്കുന്ന പാകിസ്ഥാന് ഇന്ത്യ തദ്ദേശീയമായി ഇത്തരം കപ്പലുകൾ നിർമ്മിക്കുന്നത് വലിയൊരു സാങ്കേതിക തിരിച്ചടിയാണ്. 80% തദ്ദേശീയ സാങ്കേതികവിദ്യയിൽ നിർമ്മിച്ച INS നിപുൺ ഇന്ത്യയുടെ പ്രതിരോധ വ്യാവസായിക ശേഷിയുടെ തെളിവാണ്. യുദ്ധസമയത്തോ അടിയന്തര ഘട്ടങ്ങളിലോ വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കാതെ സമുദ്രാന്തർ ദൗത്യങ്ങൾ വിജയകരമായി പൂർത്തിയാക്കാൻ ഇന്ത്യക്ക് സാധിക്കുമെന്ന സന്ദേശമാണ് ഇത് ചൈനയ്ക്കും പാകിസ്ഥാനും നൽകുന്നത്. അന്തർവാഹിനികളുടെ അടിയന്തര രക്ഷാപ്രവർത്തനത്തിനായി ഡീപ്പ് സബ്മെർജൻസ് റെസ്ക്യൂ വെസലിൻ്റെ മദർഷിപ്പായി പ്രവർത്തിക്കാനുള്ള നിപുണൻ്റെ ശേഷി ഇന്ത്യൻ സമുദ്രമേഖലയിൽ സേനയ്ക്ക് നൽകുന്ന ആത്മാഭിമാനം വളരെ വലുതാണ്. ചുരുക്കത്തിൽ, ചൈനയുടെയും പാകിസ്ഥാൻ്റെ സമുദ്ര സൈനിക ആസൂത്രണങ്ങളെയും അണ്ടർ വാട്ടർ തന്ത്രങ്ങളെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കാൻ INS നിപുണൻ്റെ വരവിലൂടെ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ കേവലം ഒരു പ്രാദേശിക ശക്തി എന്നതിലുമുപരി സമുദ്രാന്തര സുരക്ഷ ഉറപ്പാക്കുന്ന പ്രധാന രാജ്യം തങ്ങളാണ് എന്ന് ഇന്ത്യ ഒരിക്കൽ കൂടി അടിവരയിടുകയാണ് ഈ കപ്പലിലൂടെ ചെയ്യുന്നത്. ശത്രു രാജ്യങ്ങളുടെ നാവിക നീക്കങ്ങളെയും ചാരപ്രവർത്തനങ്ങളെയും കൃത്യമായി നിരീക്ഷിക്കാനും പ്രതിരോധിക്കാനുമുള്ള ശേഷിയുള്ള INS നിപുൺ ഇന്ത്യയുടെ സമുദ്ര സുരക്ഷാ ഭൂപടത്തിൽ അതീവ പ്രാധാന്യമുള്ള ഒരു പ്രതിരോധ കവചമായി എന്നും നിലകൊള്ളും. ഈ വാർത്തയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.